നമസ്കാരം, എന്റെ പേര് ഗൗരി നന്ദന. ഞാൻ 9ാം തരത്തിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എസ് കെ പൊറ്റക്കാടിന്റെ നൈൽ ഡയറി എന്ന പുസ്തകമാണ്. എസ് കെ പൊറ്റക്കാട് താൻ കണ്ട നാടുകളെയും അവിടുത്തെ ജനങ്ങളെയും അവരുടെ ജീവിത സവിശേഷതകളെയും കലാസുഭകമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. അദ്ദേഹം എഴുതിയ ഒരു പ്രശസ്ത പുസ്തകമാണ് നൈൽ ഡയറി. നൈൽ എന്നത് ഒരു കാവ്യമാണെന്നതിൽ തുടങ്ങി നൈലിന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരുക്കിയ ആമുഖത്തിൽ കരയിൽ വിഹരിക്കുന്ന വിചിത്ര ജന്തുക്കളെയും തന്റെ ഭാവനയിൽ വാക്കുകൾ കൊണ്ട് വരച്ചിടാൻ എസ് കെ പൊറ്റക്കാടിന് സാധിക്കുന്നു. നൈൽ എന്നത് ഒരു നാടകശാലയാണെന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരൻ നൈലിന്റെ ഉദ്ഭവസ്ഥാനമായ റിപ്പൺ വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര തിരിക്കുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നൈൽ നദിയുടെ ദൃശ്യവിരുന്ന് തന്റെ വാക്കുകളിലൂടെ എസ് കെ പൊറ്റക്കാട് നമുക്ക് കാണിച്ചു തരുന്നു. അതിനുശേഷം ഏകദേശം 3 മൈൽ സഞ്ചരിക്കുന്ന നദി ഓവൻ വെള്ളച്ചാട്ടമായി മാറുന്നു. എന്നാൽ ഒരു വമ്പൻ അണക്കെട്ട് ഇരു വെള്ളച്ചാട്ടങ്ങളെയും വേർതിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മർച്ചിസൺ വെള്ളച്ചാട്ടം, ബുട്ടിയാബ, റൈനോ ക്യാമ്പ്, ഗുളു എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. ജുബലയിലെ തന്റെ ദിവസങ്ങളിൽ അദ്ദേഹം താമസിച്ചിരുന്നത് അറാബ് അബ്ദുള്ള എന്ന അറബിയുടെ അതിഥിയായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം ഖാത്തൂമിലേക്ക് തിരിച്ചു. എസ് കെ പൊറ്റക്കാടിന്റെ കഥകൾ ഒരിക്കലും നമ്മെ നിരാശരാക്കുന്നില്ല. ഒരുപാട് വിചിത്ര ജീവികളുടെയും അവയോടൊപ്പമുള്ള ദിനങ്ങളും സഞ്ചാര സാഹിത്യമൊക്കെ വായിക്കുമ്പോൾ എന്തുകൊണ്ടും മറ്റുള്ള പുസ്തകങ്ങളെക്കാൾ നൈൽ ഡയറി എന്ന ഈ പുസ്തകം വളരെ നർമ്മസമ്പന്നമാണ്. നന്ദി.